നമസ്കാരം. കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ നൽകിയ ഒരു വാർത്ത, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായ ഒരു ദൃശ്യം, അതിനെക്കുറിച്ചാണ് പറയാനുള്ളത്. ഒരു ഇന്ത്യൻ റെയിൽവേ പാളം, അതിലൂടെ ഒന്നിനു മുകളിൽ മറ്റൊന്ന് എന്ന തരത്തിൽ കണ്ടെയ്നറുകൾ അടുക്കി വെച്ച് ഒരു ട്രെയിൻ വളരെ ഗാംഭീര്യത്തോടെ കൂകിപ്പാഞ്ഞു വരുന്നു. വളരെ കൗതുകകരമായ കാഴ്ച. ഇന്ത്യയെ സംബന്ധിച്ച് ഈ കണ്ടെയ്നർ കയറ്റിയിട്ടുള്ള ട്രെയിനുകൾ നമുക്കൊരു കൗതുക കാഴ്ചയല്ല. പക്ഷേ ഒന്നിനു മുകളിൽ ഒന്ന് എന്ന തരത്തിൽ ഇരട്ട ബസ് എന്നൊക്കെ പറയുന്നത് പോലെ ഇരട്ട ട്രെയിൻ, അത് ഒരു തീർച്ചയായിട്ടും കൗതുകകരമായ കാഴ്ചയാണ്. അത് എന്തുകൊണ്ട് കൗതുകം എന്ന് പറയുന്നത്, ലോകരാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇങ്ങനൊരു കാഴ്ച ഒരുക്കാൻ. അത് ഇന്ത്യ സാധ്യമാക്കി എന്നുള്ളത് തന്നെയാണ് ആ കൗതുകത്തിൻ്റെ പിന്നിൽ. അതിന് പല പല കാരണങ്ങളുമുണ്ട്. കാരണം അത് ആ ട്രെയിൻ വലിക്കുന്നത് ഒരു ഇലക്ട്രിക് എൻജിനാണ്. അപ്പം ഇത്രയും ഭാരമേറിയ ഈ ചരക്ക് ട്രെയിനിനെ വലിച്ചുകൊണ്ട് പോകാൻ, അതും മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ വലിച്ചുകൊണ്ട് പോകാൻ പര്യാപ്തമായ കരുത്തുള്ള ഇലക്ട്രിക് എൻജിൻ അത് ഇന്ത്യ സാധ്യമാക്കി. ഇതുകൂടാതെ ലോകരാജ്യങ്ങൾക്ക് ഇങ്ങനെ ഒന്നിനു മുകളിൽ ഒന്ന് കണ്ടെയ്നർ കയറ്റി വെച്ച് കൊണ്ടുപോകാനായിട്ടുള്ള ഇലക്ട്രിക് എൻജിനുകൾ ഉപയോഗിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള സംവിധാനങ്ങളില്ല. അവിടെ ഇന്ത്യ അത് നേടി എന്ന് പറയുന്നതിലും ഒരു കാരണമുണ്ട്. കാരണം ചൈനയിലും അമേരിക്കയിലുമൊക്കെ തന്നെ ഈ തരത്തിൽ ഒന്നിനു മുകളിൽ ഒന്ന് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന ട്രെയിനുകൾ ഉണ്ടെങ്കിൽ തന്നെയും അവരുപയോഗിക്കുന്നത് ഡീസൽ എൻജിനാണ്. അതിൻ്റെ കാരണം അവരുടെ പരിമിതികൾ തന്നെയാണ്. കാരണം ഈ ഒന്നിനു മുകളിൽ ഒന്ന് ഒരു കണ്ടെയ്നർ കയറ്റി വെക്കുമ്പോൾ അതിന് സാധാരണയിൽ കവിഞ്ഞ ഉയരം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, നമ്മുടെ റെയിൽവേ ലൈനുകൾ വൈദ്യുതീകരിക്കുമ്പോൾ പരമാവധി അതിൻ്റെ ഇലക്ട്രിക് ലൈനുകൾ ഉയരത്തിൽ സ്ഥാപിക്കുന്നത് 5.5 മീറ്റർ ഉയരത്തിലാണ്. അപ്പോൾ ഒന്നിനു മുകളിൽ ഒന്ന് എന്ന തരത്തിൽ കണ്ടെയ്നറുകൾ കൊണ്ടുപോകണമെങ്കിൽ അതിന് ഒരു 7.5 മീറ്റർ എങ്കിലും ആ ഇലക്ട്രിക് ലൈനുകൾക്ക് ഉയരം ഉണ്ടാകണം. അപ്പോൾ ഈ ചൈനയും അമേരിക്കയും പോലെയുള്ള വമ്പൻ രാഷ്ട്രങ്ങൾക്ക് പോലും ഈ 7.5 മീറ്റർ ഉയരത്തിൽ വൈദ്യുതി ലൈനുകൾ സ്ഥാപിച്ച് ഒരു ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ 7.5 മീറ്റർ വരെ ഉയരത്തിൽ റെയിൽവേ ലൈനിൽ വൈദ്യുതീകരിച്ചാൽ ആ ലൈനിൽ കൂടി മറ്റ് ട്രെയിനുകൾ കൊണ്ടുപോകുക ഏറെക്കുറെ അസാധ്യമാണ്. ഇത്തരം ഈ ചരക്ക് വണ്ടികൾ മാത്രം കൊണ്ടുപോകാനേ സാധിക്കൂ. അപ്പോൾ അങ്ങനെ പ്രത്യേകം തയ്യാറാക്കിയ പാത തയ്യാറാക്കിയാണ് ഇന്ത്യ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേയുടെ കീഴിലുള്ള വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്നാണ് ഈ പാതയുടെ പേര്. പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഏതാണ്ട് 1506 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽ പാതയാണ് ഇത് എന്നുള്ളത് കൂടി ഓർക്കണം. കൂടാതെ ഈ റെയിൽ പാതയിലൂടെ ഇങ്ങനെ ഇരട്ട ഒന്നിനു മുകളിൽ ഒന്നായി കണ്ടെയ്നറുകൾ കയറ്റി വെച്ചുകൊണ്ടൊരു ട്രെയിൻ പോകുമ്പോൾ കുറഞ്ഞത് ഒരു 270 ലോറികളെയെങ്കിലും ഒരു റോഡുകളിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ 270 ലോറികളെന്ന് പറയുമ്പോൾ എത്ര ലിറ്റർ ഡീസലാണ് ഒരു ദിവസം കത്തി മാറുന്നത് എന്നുള്ളത് കൂടി ഓർക്കണം. പിന്നെ ഒരു കണ്ടെയ്നർ കയറ്റിയ ഒരു ലോറിക്ക് ഒരു ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഒരു 30-40 കിലോമീറ്റർ ആയിരിക്കും. അതേ സമയത്താണ് മണിക്കൂറിൽ 100 കിലോമീറ്റർ വരെ വേഗതയിൽ ഒരു ചരക്ക് വണ്ടിക്ക് ഇത്ര വേഗതയിൽ പോകാൻ സാധിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച് അത് വലിയ മുന്നേറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്നത് പോലെ 1506 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു ഡെഡിക്കേറ്റഡ് കോറിഡോർ, ഒരു ചരക്ക് ഗതാഗതത്തിന് വേണ്ടി മാത്രമുള്ള പാത സൃഷ്ടിച്ചതുകൊണ്ടാണ് ഇത് സാധ്യമായത്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും വലിയ അധ്വാനം വേണ്ടിവരും. പറയുമ്പോൾ ഉത്തർപ്രദേശിലെ ദാദ്രിയിൽ നിന്ന് ആരംഭിച്ച് നവി മുംബൈയിലെ ജവഹർലാൽ നെഹ്റു പോർട്ട് ടെർമിനലിൽ അവസാനിക്കുന്ന തരത്തിലുള്ള ഈ പാത സാധ്യമാക്കിയത് 81,459 കോടി രൂപയുടെ ഭീമമായ സാമ്പത്തിക മുതൽ മുടക്കിലാണ്. അപ്പോൾ ഇത്രയും വലിയ തുകയായതുകൊണ്ട് തന്നെ അതിന് വിദേശ സാമ്പത്തിക സഹായമുണ്ട്. നമ്മുടെ ജെയ്ക്ക, ജപ്പാൻ ഫിനാൻഷ്യൽ ഏജൻസിയാണ്, അവരുടെ സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സംഗതി കൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം എങ്ങനെ ഇത് സാധ്യമാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല സംവിധാനങ്ങൾ കൂടി വേണം. അതിൻ്റെ പ്രധാന കാരണം ഇത്രയും വലിയ ചരക്ക് ഭാരം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഭാരം താങ്ങാൻ ശേഷിയുള്ള റെയിൽ പാളങ്ങൾ വേണം. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത്, ഈ 7.5 മീറ്റർ വരെ ഉയരമുള്ള ഈ വൈദ്യുതീകരണം സാധ്യമായതുകൊണ്ട് തന്നെ
ഈ റെയിൽവേ എഞ്ചിനിൽ നമ്മൾ സാധാരണ കണ്ടിട്ടുണ്ടല്ലോ, ഇലക്ട്രിഫൈ ചെയ്തിട്ടുള്ള റെയിൽവേ എഞ്ചിനുകൾക്ക് മുകളിൽ നിന്ന് വൈദ്യുതി ശേഖരിക്കാൻ ഒരു ആൻറ്റിന ഉണ്ടാകും. അപ്പോൾ സാധാരണ റെയിൽവേ എഞ്ചിനുകളേക്കാൾ ഉയരമുള്ള ഒരു ഏതാണ്ട് 7.5 മീറ്റർ വരുന്ന അതിലേക്ക് എത്തിക്കത്ത തരത്തിലുള്ള ആൻറ്റിനകൾ, അല്ലെങ്കിൽ അതിനൊരു സാങ്കേതിക പേര് പറയും. അപ്പോൾ അതിൻ്റെ സാങ്കേതിക പേര് ഹൈ റീച്ച് പാൻഡോഗ്രാഫ് എന്നാണ്. ആ ഹൈ റീച്ച് പാൻഡോഗ്രാഫ് ഉയര കൂടുതലുള്ള അത്തരം സംഗതികൾ സാധ്യമാക്കി. അതുകൂടാതെ നമ്മുടെ കയ്യിൽ ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് പോകാൻ അതിന് കരുത്തുള്ളൊരു എൻജിൻ വേണമല്ലോ. ഇപ്പോൾ ഡീസൽ എൻജിനാണെങ്കിൽ കുഴപ്പമില്ല, 1-2 ഡീസൽ എൻജിൻ വെച്ചിട്ടാണെങ്കിലും വലിയ ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ എൻജിൻ, ആ എൻജിൻ്റെ പേര് വാഗ് 12 എന്നുള്ളതാണ്. ആ എൻജിൻ്റെ പ്രത്യേകത 12,000 ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എൻജിൻ. അത് ലോകത്ത് ആദ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ എഞ്ചിനീയർമാർ വികസിപ്പിച്ചെടുത്ത ഫ്രഞ്ച് കമ്പനിയായ ആൽസ്റ്റോമുമായി സഹകരിച്ച് തയ്യാറാക്കപ്പെട്ട ഒരു ടെക്നോളജിയിൽ തയ്യാറായി. ആൽസ്റ്റോം നമുക്ക് പരിചിതമാണ്. നമ്മുടെ കൊച്ചി മെട്രോ റെയിലിൻ്റെ ആ റെയിൽ അത് ആൽസ്റ്റോമിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച ബോഗികളാണ് എന്നുള്ളതുകൂടി ഓർക്കണം. അപ്പോൾ ഈ എൻജിൻ ഉള്ളതുകൊണ്ടാണ് ഒരു 6,000 ടൺ ചരക്ക് 100 കിലോമീറ്റർ വരെ വേഗതയിൽ വലിച്ചുകൊണ്ട് പോകാൻ നമ്മളെ സാധിക്കുന്നത്. ഈ എൻജിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ്. അതായത് ഈ വണ്ടി നിർത്താനായിട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഊർജം പോലും അത് വൈദ്യുതിയാക്കി മാറ്റി ഗ്രിഡിലേക്ക് തിരിച്ചു കൊടുക്കാൻ ശേഷിയുള്ള എൻജിനാണ് ഈ സംഗതി. അപ്പോൾ ഇനിയും പ്രത്യേകതകൾ തീരുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും അനുകൂല ഘടകം നമ്മുടെ റെയിൽ പാളങ്ങളെല്ലാം തന്നെ ബ്രോഡ് ഗേജ് ആണ്. അപ്പോൾ ബ്രോഡ് ഗേജ് എന്ന് വെച്ചാൽ വീതി കൂടിയ റെയിൽ പാളങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും ഭാരമേറിയ ട്രെയിൻ വലിച്ചുകൊണ്ട് പോകുക, അതിൻ്റെ സന്തുലനം വളരെ നിർണായക സംഗതിയാണ്. അപ്പോൾ നമുക്കതും സാധ്യം, അതും വളരെ അനുകൂല ഘടകമാണ്. നമ്മുടെ മറ്റ് പല വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ സന്തുലനം വലിയ പ്രശ്നമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ ഈ വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എന്ന് പറയുന്നത് ഇത്രയും ഒന്നിനു മുകളിൽ ഒന്നായ സാധാരണ കണ്ടെയ്നറുകൾ കയറ്റി വെച്ച് കൊണ്ടുപോകാവുന്ന തരത്തിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം സ്വാഭാവികമായും ഉണ്ടാകും. സാധാരണ നമ്മുടെ റെയിൽ പാളങ്ങളിലെല്ലാം തന്നെ ചിലപ്പോൾ തുരങ്കങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ഓവർ ബ്രിഡ്ജുകൾ, ചില ദേശീയപാതയടക്കം റെയിൽ പാളങ്ങളുടെ മുകളിൽ പണിത് വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതെങ്ങനെ പോസിബിളാകും? അപ്പോൾ ഈ പറയുന്ന വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ അത് പുതിയതായി നിർമ്മിച്ചൊരു പാതയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഓവർ ബ്രിഡ്ജുകളെല്ലാം തന്നെ ഇതിനാനുപാതികമായി ഉയര വ്യത്യാസം വരുത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. പക്ഷേ ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. ഇനി ഈസ്റ്റേൺ ഡെഡിക്കേറ്റഡ് കോറിഡോർ കൂടിയുണ്ട്. അത് 1337 കിലോമീറ്റർ നിലവിലുണ്ട്. അത് ഇനി വികസിപ്പിച്ച് 1856 കിലോമീറ്റർ ആക്കി ഉയർത്താനായിട്ടുള്ള പദ്ധതിയും നടപ്പിലാക്കപ്പെടുന്നുണ്ട്. അത് നിലവിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, ബീഹാർ എന്നാണ് ഇത്രയും സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇനി ജാർഖണ്ഡ്, ബംഗാൾ വരെ നീട്ടാനും പദ്ധതിയുണ്ട്. അങ്ങനെയാണ് ഇത് 1856 കിലോമീറ്ററിലേക്ക് ഇതിൻ്റെ ദൈർഘ്യം വർദ്ധിക്കുന്നത്. അപ്പോൾ ഇതിന് ഏതാണ്ട് 51,000 കോടി രൂപയാണ് ഇതുവരെ ചിലവാക്കിയിരിക്കുന്നത്. ലോക ബാങ്കാണ് ഇതിനു വേണ്ടിയ സാമ്പത്തിക സഹായം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഈസ്റ്റേൺ കോറിഡോറിന് ഒരു കുഴപ്പമുണ്ട്. അതിലെ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ ഓവർ ബ്രിഡ്ജുകൾ, തുരങ്കങ്ങൾ, അതേപോലുള്ള വെല്ലുവിളികളുണ്ട്. അവിടെ നമുക്ക് ഒന്നിനു മുകളിൽ ഒന്നായി കണ്ടെയ്നർ കയറ്റിക്കൊണ്ടു പോകുക അസാധ്യമാണ്. ഇനി അങ്ങനെ കൊണ്ടുപോകണമെങ്കിൽ തന്നെ അവിടെ ഇലക്ട്രിക് എഞ്ചിനുകൾ ഉപയോഗിക്കാനും സാധിക്കില്ല. ഉയര കൂടുതൽ അവിടെ ഇല്ല. അവിടെ സാധാരണ ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അവിടെ ഒരു ടെക്നോളജി ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഈ ഡ്വാർഫ് കണ്ടെയ്നറുകൾ, അതായത് സാധാരണ കണ്ടെയ്നറുകളുടെ ഉയരമാണല്ലോ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടെയ്നറുകളുടെ ഉയരം കുറച്ചിട്ട് വീതി കൂട്ടി. അങ്ങനെ സാധാരണ കണ്ടെയ്നറുകൾക്ക് കൊണ്ടുപോകാവുന്ന അതേ സംഗതികൾ തന്നെ, ഇതേ കണ്ടെയ്നറുകൾ തന്നെ ഉയരം കുറവാണെന്നേ ഉള്ളൂ, വീതി കൂട്ടി പണിത് പ്രത്യേക കണ്ടെയ്നറുകൾ തയ്യാറാക്കി നമ്മൾ ഈസ്റ്റേൺ കോറിഡോറിൽ ഫലപ്രദമായി പരീക്ഷിക്കുന്നുണ്ട്. അത് മറ്റ് പാതകളിൽ ഉപയോഗിക്കുന്നതിനും യാതൊരു തടസ്സവുമില്ല എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെയും പരീക്ഷണ ഓട്ടങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ തരത്തിൽ ലോകത്ത് നമ്മൾ പണ്ട് മറ്റു പല രാജ്യങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒരുപക്ഷെ മുൻകാല സിനിമകളിൽ നമ്മൾ കൗതുകപൂർവ്വം കണ്ട് ഇതുപോലൊന്ന് നമ്മുടെ നാട്ടിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിയോടെ നോക്കിയിരുന്ന പല സംഗതികളും നമ്മുടെ നാട്ടിൽ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോകത്തിനോടൊപ്പം നടക്കുകയല്ല,
ലോകത്തിന് മുന്നേ നടക്കുകയാണ്, പല വികസിത രാജ്യങ്ങൾക്ക് മുന്നേ നടക്കുകയാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ഹൈഡ്രജൻ അധിഷ്ഠിത ഒരു റെയിൽ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അത്രയും നീളമുള്ള ഒരു ഹൈഡ്രജൻ അധിഷ്ഠിത ഏറ്റവും വലിയ റെയിൽ സെറ്റ് ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ തരത്തിൽ റെയിൽവേ രംഗത്ത്, അതേപോലെ റെയിൽ സാമഗ്രികളുടെ കയറ്റുമതി, എഞ്ചിനുകളടക്കം കയറ്റുമതി ചെയ്യുന്നതിലടക്കം വലിയ മുന്നേറ്റം നമ്മുടെ രാജ്യം ഈ മേഖലയിൽ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ നമുക്ക് വരുന്ന ദിവസം നൽകാൻ സാധിക്കും.